ഹായ് ഹലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇഡലി നന്നായിട്ട് ശരിയായിട്ട് വന്നു. ഇന്നലെ ഞാൻ അരച്ചു വെച്ച മാവായതുകൊണ്ട് അത് പൊങ്ങി, രാവിലെ എണീറ്റപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വെള്ളം കൂടുതലാണെന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പോൾ ഈ ദിവസം തന്നെ ഇനിയിപ്പോൾ അടിപൊളിയായിട്ട് പോയിക്കോളും. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദോശമാവിൻ്റെ ഒരു ഇതാണുള്ളത്. ഇഡ്ഡലിക്ക് കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള ബാറ്റർ ആവുമല്ലോ. പക്ഷേ എന്തോ ഇഡലി എന്തോ എന്താ പറയുക നേരെയായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. എന്താ പറയുക, എന്തോ ഒരു സമാധാനം. എങ്ങനെയോ ശരിയായി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ശരിയാകുമ്പോൾ തന്നെ ഇപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ സാമ്പാറും റെഡിയാക്കി. ഇന്നലെ പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ മോന് ഞാനിത് കഴിക്കുമോ കഴിക്കില്ലേന്ന് അറിയാതെ 2 എണ്ണം വെച്ചു. പിന്നെ 3 തന്നെ വെച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അവൻ കഴിച്ചാലോ എന്നുള്ള രീതിയിൽ. ഇഡലിയാണ് അവനിഷ്ടം, പിന്നെയും കഴിക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ 2 ദിവസമായി ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണതിലൊക്കെ അവൻ പറയണത് ഇഡലി കഴിച്ചു എന്നാണ്. സ്കൂളിൽ നിന്ന് ആരോ കൊടുത്ത് ഇഡലി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പിന്നെ ഇഡലി എന്തായാലും ആക്കാം അവനെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും കുട്ടി കഴിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ വന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും. അപ്പോൾ പിന്നെ അവനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് അവർക്ക് കളർ വീക്കാണ്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട്. അപ്പോൾ അത് കാരണം ബ്ലൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്ലൂ ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ അത് എണീറ്റ് ഇതാണ് കേട്ടൊരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏട്ടൻ വേഗം കുളിപ്പിച്ചു. പിന്നെ ഞാൻ വേഗം ഓട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നെക്സ്റ്റ് പോകാൻ ഇഷ്ടം, സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ കോംപ്രമൈസ് ആക്കി പോവുകയാണ് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും 7 മണി കഴിയും. 7:15 ഒരു ക്ലാസ് സ്റ്റാർട്ടാക്കും. റോഡിലാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്കും ട്രാഫിക്കും. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അവിടെ എത്തി കൊണ്ടാക്കി പോന്നു. പിന്നെ ഇതേ റൂമിൽ വന്നതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തോരിടാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തോരിടാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി വെയിലായി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം തന്നെ ചൂട് സഹിക്കാൻ വയ്യല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എല്ലായിടും ഒന്ന് അടിച്ചോരിട്ടോ. പോകുമ്പോൾ ആകെ പരന്ന് ഇതായിട്ടുണ്ടായിരിക്കും രാവിലത്തെ തിരക്കും ഇതൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ എല്ലായിടും ഒന്ന് അടിച്ചോരിട്ടോ. പിന്നെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചോണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അവനത് കരഞ്ഞിട്ടുണ്ടാവുമോ, എപ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോൾ കരയായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ആലോചിക്കും. പക്ഷേ ടീച്ചർ പറയും നമ്മൾ പോന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ കരയൊന്നുമില്ല, അവനവിടെ പിന്നെ സെറ്റാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ടീച്ചർ ആക്ടിവിറ്റീസിലൊക്കെ അയച്ചു തരുന്നതിലൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടും അവിടെ ഫുൾ ആക്റ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നതും. പിന്നെ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ 12 മണി ഒക്കെ ആകുമ്പോഴാണ് പിന്നെ ഏട്ടൻ എണീക്കുക. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊരു 12:30 ആകുമ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കും. അപ്പം നേരെ ചോറും സാമ്പാറും സാലഡും പിന്നെ ചിക്കൻ ഫ്രൈയും സോയാബീനും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനും വേഗം കഴിക്കാൻ നിന്നു ഏട്ടന് കൊടുത്തതിന് ശേഷം. പിന്നെ അത് സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ കഴിച്ചിട്ടാണ് പോകാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് തരണേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ 12:45 ആവാനായി വേഗം കഴിക്കുക എന്നുള്ളത്. കാരണം 1 മണി വരെയൊക്കെ അവർ ക്ലാസ് ഉണ്ട്. പക്ഷേ 12:30 ആകുമ്പോൾ തൊട്ട് ഓരോരോ പാരൻസ് വന്നിട്ട് കുട്ടികളെങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരതൊരു സങ്കടം ആവണ്ട എന്നുള്ള രീതിയിലാണ്. പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെത്തിയപ്പോൾ 12:45 കഴിഞ്ഞിട്ടുണ്ട്. 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും അവനും വേറെ കുട്ടി മാത്രമേ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനും കൂടെ എന്തിനാ പോകണേന്ന് വിചാരിച്ചാൽ ഏട്ടൻ പിന്നെ നേരെ അവിടെ നിന്ന് അങ്ങനെ ഡ്യൂട്ടിക്ക് പോവുക ചെയ്യാം. അവനെടുത്തിട്ട് ഞാനും ഇങ്ങോട്ട് വരിക ചെയ്യുക. അതുകൊണ്ടാണ് ഞാനും കൂടെ പോകേണ്ടത് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി. ഇത് കുപ്പിയിലുള്ളത് സംഭാരമാണ് കേട്ടോ. ഞാൻ ഏട്ടനുണ്ടാക്കി കൊടുക്കുന്നതാണ്, കുട്ടിക്കുള്ളതല്ല. എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദേരയിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ദേരയിലേക്ക് എത്തുമ്പോഴേക്കും ആകെ വണ്ടിയിലൊക്കെ ഇരുന്ന് പുഴുകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ റോഡിലിറങ്ങി ഭയങ്കര ട്രാഫിക് തന്നെ കേട്ടോ. ഈ സിഗ്നൽ കഴിഞ്ഞാൽ സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഇതേവനെ പിക്ക് ചെയ്ത് ആസ് യൂഷ്വൽ അവൻ്റെ വാശി തന്നെ നെക്സ്റ്റ് പോകണം. പിന്നെ കുട്ടിയുടെ സ്നാക്സ് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.